കർണാടകയിലെ ശിവമൊഗ്ഗ സെൻട്രൽ ജയിലിലെ തടവുകാരന്റെ വയറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെടുത്തു. കർണാടക ശിവമൊഗ്ഗ സെൻട്രൽ ജയിലിലെ തടവുകാരനായിരുന്നു ദൗലത് ഖാൻ. ദൗലത് ഖാൻ കഞ്ചാവ് കേസിൽ പിടിച്ചു. കഞ്ചാവ് കേസിന് തടവും കിട്ടി. അയാൾക്ക് 10 വർഷത്തെ തടവിന് വിധിച്ചു. അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുന്ന സമയത്ത് ചില വയറ്റുവേദനകൾ ജയിൽ ഡോക്ടറെ കാണിച്ചു. അതിൽ മരുന്ന് എഴുതി കൊടുത്തു. അത് കഴിച്ചിട്ട് കുറവില്ല. ജയിൽ ഡോക്ടർ പല പ്രാവശ്യം ദഹനത്തിന്റെ പ്രശ്നമാണ് എന്ന് കരുതി. അത് കഴിഞ്ഞ് കൂടുതൽ ചോദിച്ചപ്പം താൻ ഒരു കല്ല് വിഴുങ്ങിയായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു എക്സ്റേ പരിശോധന നടന്നു. അപ്പൊ എന്താ പറഞ്ഞ പോലെ വയറ്റില് കല്ലുപോലെ എന്തോ സാധനം കിടക്കുന്നു. അത് ഓപ്പറേഷൻ ചെയ്തേ മാറ്റാൻ പറ്റുള്ളൂ. ജയിൽ ഡോക്ടർ ദഹനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പല മരുന്നുകളും കൊടുത്തു. പക്ഷെ അതൊന്നും ഏറ്റില്ല. കാരണം ഇലക്ട്രോണിക് സാധനമല്ലേ, അത് വയറ്റിൽ കിടന്നു. മൊബൈൽ എങ്ങനെയാ വിഴുങ്ങിയത് എന്ന് പിന്നീട് ചോദിച്ചപ്പം പറഞ്ഞത്, തനിക്കൊരു മൊബൈൽ കിട്ടി. അത് സാധാരണ നമ്മുടെ കയ്യിലേക്ക് ഇരിക്കുന്ന അത്രയും വലിയ മൊബൈൽ ആയിരിക്കില്ല. ഫോൾഡിംഗ് ടൈപ്പ് മൊബൈൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ചെറുതാണ്, വളരെ ക്യൂട്ട് ആയിട്ടുള്ള മൊബൈൽ ഉണ്ട്. അത് നമുക്ക് ഒരു വിരലിന്റെ അത്ര നീളെ കാണുള്ളൂ. അത് ചിലപ്പം അത്ര വലുതല്ല. അത് മടക്കാവുന്ന ടൈപ്പും ലഭ്യമാണ്. അങ്ങനത്തെ ഒരെണ്ണം ആയിരിക്കാം. അല്ലെങ്കിൽ 800 രൂപ 1000 രൂപയ്ക്ക് വരുന്ന നമുക്ക് ബേസിക് ഇതുള്ള മൊബൈൽ ഉണ്ട്. അതും ചിലപ്പം വിഴുങ്ങാം. പക്ഷെ ശ്വാസതടസ്സം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും ചെറുതായ ഒരു സാധനം ഈ കഞ്ചാവ് കേസിലെ പ്രതിക്ക് ജയിലിൽ ഉപയോഗിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെ കടത്തി എന്നുള്ള കാര്യം ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിലെ ഏനസ് ഭാഗത്തൊക്കെ വെച്ച് ധാരാളം തടവുകാർ ജയിലിലേക്ക് പല സാധനവും കടത്തുന്നത് അങ്ങനെയാണ്. പരിശോധനയിലൊന്നും കാണത്തില്ലെങ്കിലും റെക്ടൽ ഏരിയയില് അവര് ഇത് തള്ളിക്കയറ്റി വെക്കും. അത് സാധാരണ എല്ലാ തടവുകാരും ചെയ്യുന്നതാണ്. ബീഡി വെക്കും പ്ലാസ്റ്റിക് കവറിനകത്ത്, അല്ലെന്നുണ്ടെങ്കിൽ അവര് കഞ്ചാവ് വെക്കും. അതൊക്കെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കവറിനൊക്കെ അതിൽ സ്വല്പം ഓയിലൊക്കെ പുരട്ടിയിട്ടാണ് റെക്ടൽ ഏരിയയിൽ തള്ളിക്കയറ്റി വെക്കുന്നത്. അപ്പൊ ഇഞ്ചുറി ഒന്നും ഉണ്ടാകത്തില്ല, അവിടെ ഇരിക്കും സേഫായിട്ട്. സാധാരണ തടവുകളും ക്രിമിനൽസ് എല്ലാം ചെയ്യുന്ന പ്രവൃത്തിയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് പലരും കഞ്ചാവ് കടത്തുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ പ്രൈവറ്റ് ഏരിയയിൽ ഇത് തിരികെ വെക്കുന്ന പതിവാണ്. അങ്ങനെ ധാരാളം കേസ് കൊല്ലത്ത് വരെയൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പൊ ഇയാള് ഇത് ഈ ഏറ്റവും ചെറുതായിരിക്കും എന്ന് ഞാൻ കരുതുന്നത് അതങ്ങ് വിഴുങ്ങി. കാരണം അവിടെ പരിശോധന വന്ന് എല്ലാ മുറിയും ആൾക്കാരെയും പരിശോധന തുടങ്ങിയപ്പം ഇയാളെ പിടിക്കപ്പെടും എന്ന് തോന്നിയോണ്ട് ഇയാൾ അതങ്ങ് വിഴുങ്ങി എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അത് ഇറങ്ങിപ്പോയി, അത് വലിയ പാടുപെട്ടിട്ടുണ്ടായിരിക്കണം. എങ്ങനെയായാലും അത്ര ഒരു സാധനം തൊണ്ടേ കൂടെ ഇറങ്ങിപ്പോകാൻ സാധാരണഗതി ബുദ്ധിമുട്ടാണ്. എങ്കിലും അത് ഇറങ്ങിപ്പോയിരിക്കുന്നു. എന്തായാലും ചില ആൾക്കാരുടെയൊക്കെ വെപ്പുപല്ലുകളൊക്കെ അറിയാതെ രാത്രി ഉറക്കത്തിൽ വിഴുങ്ങിപ്പോയ സംഭവമൊക്കെ ഉണ്ടാവും. അതൊക്കെ സൈസ് വളരെ കുറവായിരിക്കാം. പക്ഷെ ഇവിടെ ഒരു മൊബൈൽ ഫോണാണ് ഉള്ളിലേക്ക് പോയത്. ഏതായാലും അവര് ഹോസ്പിറ്റലുകാർ ഇപ്പം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അവര് എക്സ്റേ കൂടെ പരിശോധിച്ചപ്പം അതിനകത്ത് കട്ടിയുള്ള എന്തൊരു സാധനം, ഇയാൾ കല്ല് വിഴുങ്ങി എന്നാണ് പറഞ്ഞത്. കട്ടിയുള്ള സാധനം അവിടെ കിടപ്പുണ്ട്. ഏതായാലും ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് ഓപ്പറേഷൻ നടത്തി സാധനം കൊടുത്തപ്പോഴാണ് അറിയുന്നത് അത് ഒരു മൊബൈൽ ഫോണാണ്. അപ്പൊ ചോദിച്ചപ്പോഴാണ് പറയുന്നത് താന് അത് പോലീസ് ജയിൽ അധികൃതർ പരിശോധന അങ്ങ് മുറുകിയപ്പം വിഴുങ്ങാതെ നിവൃത്തിയില്ല, അങ്ങനെ വിഴുങ്ങിയതാണ്. ഇത് ഇലക്ട്രോണിക് സാധനമാണ്. ഇത് ഹാർഡ് സബ്ജക്റ്റ് ആണ്. അത് നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് സഹായിക്കുന്ന ധാരാളം എൻസൈംസ് നമ്മുടെ വായിക്കാത്തും പാൻക്രിയാസ്, സലൈവറി, സ്മോൾ ഇൻഡസ്ട്രിയൽ, ചെറുകുടലും വൻകുടലിലൊക്കെ ദഹന പ്രക്രിയ നടക്കുന്ന അവിടെയുള്ള എൻസൈംസ് ഒന്നും ഇത് ദഹിപ്പിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമുക്ക് വയറുവേദന ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഇയാൾക്ക് സ്ഥിരമായിട്ട് വയറുവേദന ഉണ്ടായി. പല മരുന്നുകളും ജയിൽ ഡോക്ടർ കൊടുത്തു. പിന്നീട് കുറവില്ല. വയറുവേദന കൂടി വന്നപ്പോൾ ചോദിച്ചപ്പോഴാണ് കല്ല് വിഴുങ്ങിയ കാര്യം എന്ന്. അത്രയെങ്കിലും പറഞ്ഞത് ഭാഗ്യം. എന്തായാലും ഇത് പുറത്തെടുത്തു കഴിഞ്ഞു. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജയിൽ അധികൃതർ ജയിൽ സൂപ്രണ്ട് രംഗനാഥ് അത് ലോക്കൽ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്തു. കാരണം അവർക്ക് അന്വേഷണം നടത്താൻ കഴിയില്ല. ഈ മൊബൈല് എങ്ങനെ ജയിലിനുള്ളിൽ വന്നു, എങ്ങനെ ഇയാളുടെ കയ്യിലെത്തി, അതെങ്ങനെ ഇയാൾ വിഴുങ്ങി, വിഴുങ്ങി. ആ വിഴുങ്ങി അകത്ത് കിടക്കുന്നത് ചിലപ്പോൾ കുറച്ച് ബാറ്ററി ചാർജ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് വിളിച്ചവരുടെയൊക്കെ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും.
അപ്പൊ അതുകൊണ്ട് അന്വേഷണം ഇതിനകത്ത് നടക്കണം. അതുകൊണ്ട് ജയിൽ സൂപ്രണ്ട് തുങ്ക നഗർ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. കാരണം ഇനിയിപ്പം പോലീസിനാണ് അതിനകത്ത് റോള്. അത് ഏത് മെയ്ക്കാണെന്ന് അവർക്ക് അറിയാം. അതിനകത്തുള്ള കോൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. ഈ വിഴുങ്ങിയ ശേഷവും അത് ഏകദേശം എന്നാണ് വിഴുങ്ങിയത് അയാളെ ചോദിച്ച് അയാൾ പറയും. ആ ജയിലിലെ അവിടുത്തെ തടവുകാരുടെ മുറിയിലൊക്കെ പരിശോധിച്ച് ചെക്കിങ് നടക്കുന്ന അത് എന്താണെന്ന് അവർക്ക് ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിലാണ് അത് വിഴുങ്ങിയിരിക്കുന്നത്. അതിനുശേഷം എത്ര കോളുകൾ വന്നിരിക്കുന്നു വിഴുങ്ങിയ ശേഷവും അത് സംഭാവന ചെയ്ത് അല്ല അവിടെ എത്തിച്ച കള്ളന്മാരോ അല്ലെങ്കിൽ കഞ്ചാവ് കടത്തുകാരോ പലരും വിളിച്ചിരിക്കാം. അങ്ങനെയുള്ള ആ കോൾ ഡീറ്റെയിൽസ് കളക്ട് ആയി പോലീസിന് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് പോലീസിന്റെ പ്രവർത്തനം കൊണ്ട് മാത്രമേ എവിടുന്ന് ഇത് വാങ്ങിച്ചു, ആരാണ് ഇത് കൊണ്ടുപോയി കൊടുത്തത്, എങ്ങനെയാണ് ജയിലിനുള്ളിലേക്ക് കടത്തിയത്, ഇത്ര നാളായാലും എവിടെ സൂക്ഷിച്ചു വെച്ചു, പോലീസ് ജയിലധികൃതർ പിടിക്കാൻ വന്നപ്പോൾ വിഴുങ്ങി, അത് എന്ന് വിഴുങ്ങിയ ശേഷം എത്ര കോൾ വന്നു, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. അപ്പം ഈ കർണാടകയിലെ ശിവമുഖ ജയിലിലെ മിക്കവാറും ഇന്ത്യയിലെ എല്ലാ ജയിലുകളിലും ഇപ്പം മൊബൈൽ ഫോണും ഒക്കെ സംവിധാനം അവര് ഉപയോഗിക്കുന്നുണ്ട്, കടത്തുന്നുണ്ട്. പക്ഷെ ജയിലിലുള്ള തടവുകാർക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ അവരുടെ വീട്ടിൽ വിളിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ കള്ളക്കടത്തുകാരും കൊലപാതകൾക്കും ഗുണ്ടകൾക്കും അവർ ജയിലിൽ ഇരുന്ന് വേണേലും അവരുടെ ജോലി തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. രഹസ്യമായിട്ട് പല രീതിയിലും ജയിലിലേക്ക് മൊബൈൽ കടത്തുന്നുണ്ട്. കണ്ണൂർ ജയിലിലും നമ്മുടെ തൃശ്ശൂർ ജയിലിലും ഒക്കെ അവിടെ ജയിലിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് വെളിയിൽ നിന്ന് ചില പ്രത്യേക ഏരിയയിൽ നിന്ന് മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞ് അതിന്റെ മതിൽ കൂടെ അപ്പുറത്ത് പോയി വീണ് കിടക്കും. അങ്ങനെ ഇട്ടിട്ടുള്ള വിവരങ്ങള് അതിട്ട ആൾക്കാരും ജയിലിൽ കിടക്കുന്നവർക്കും കൃത്യമായിട്ട് അറിയാൻ പറ്റും. അവരവിടെ പോയി തപ്പി അതെടുത്ത് രഹസ്യമായിട്ട് വെക്കും. കാരണം അവർക്ക് ജോലിക്ക് ഇറക്കുന്ന സമയത്ത് അവിടെ പോയി തപ്പാം. അല്ലെങ്കിൽ അവര് പണി ചെയ്യുന്ന സ്ഥലത്തായിരിക്കും മിക്കവാറും അത് എറിഞ്ഞിടുന്നത്. അത് കേരളത്തിലും കണ്ണൂരിലൊക്കെ ധാരാളം സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജയിലിലെ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം അത് അങ്ങനെ നിർത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഞ്ചാവ് കേസിലെ ഈ പ്രതി ഇപ്പം ദൗലത്ത് ഖാന്റെ സുഹൃത്ത് ആരാണ്, എവിടുന്നാണ് വന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ എത്തും. കാരണം അത് വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന കഞ്ചാവായിരുന്നു ഇയാൾ കടത്തിയത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണം ഇനി മുന്നോട്ട് പോകേണ്ടി വരും ഈ മൊബൈൽ ഫോണിന്റെ കാര്യം വെച്ച്. എന്തായാലും കല്ല് വിഴുങ്ങിയ ആളെ കല്ല് പുറത്തെടുത്ത് നോക്കിയപ്പോഴാണ് അത് മൊബൈൽ ഫോൺ ആണെന്ന് മനസ്സിലായത്.